ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മാങ്ങ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഈ വലിപ്പത്തിൽ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ പീസ് ഇങ്ങനെ മുറിച്ച് മാറ്റി വെക്കണേ. എന്നിട്ട് ഇതാ ഒരു ചെറിയ കുഞ്ഞു ചട്ടി വെച്ചിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു. അത് തിളക്കുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇറക്കുക. എന്നിട്ട് അതിങ്ങനെ ക്യാരമൽ ആവണ്ട, ജസ്റ്റ് ശർക്കര പാനി പോലെ ആക്കിയെടുത്താൽ മതി. അത് ജസ്റ്റ് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നമ്മളൊരു പീസ് ആ 2 മാങ്ങ ഒരു പീസ് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, അത് കുഞ്ഞു പീസാക്കിയിട്ടത് അതിലോട്ടിടുക. അപ്പോൾ നമുക്ക് ഐസ്ക്രീമിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞു ക്രഞ്ച് പീസ് പോലെ അതിന് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഷുഗർ കോട്ട് ചെയ്തെടുത്താലാണ് സെറ്റായി കിട്ടുക. അപ്പോൾ നല്ലെണ്ണം കുറച്ചൊന്ന് കുറുകണേ. ആ വെള്ളം പരുവം വിട്ടിട്ട് അതിങ്ങനെ നമ്മൾ ഒട്ടുന്ന ഒരു നൂൽപ്പരുവുണ്ടല്ലോ, അതുവരെ മതി കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള മാങ്ങ നമ്മൾ പീസാക്കിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ചട്ടിയിൽ അതിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര. എൻ്റെ മാങ്ങ തീരെ മധുരമില്ലായിരുന്നു കേട്ടോ. ഇതുപോലെ നല്ല പൊടിയുള്ള നല്ല കമ്പുള്ള മാങ്ങ നോക്കിയെടുക്കണം. ആരുള്ള മാങ്ങ എടുക്കരുത്. നമ്മൾ അൽഫോൻസാ മാങ്ങ അല്ലേ, അതൊന്നും എടുക്കരുത് കേട്ടോ, അതൊക്കെ നല്ല ആരല്ലേ. അപ്പോൾ ഇതുപോലെ പൊടിയുള്ള മാങ്ങ നോക്കിയിട്ട് എടുക്കണേ. അപ്പോൾ ആ പഞ്ചസാര ചേർത്ത് നമ്മൾ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് തള വരുവോളം. കൂടുതലായിട്ട് കുക്ക് ചെയ്ത് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിപ്പോവും. അപ്പം കുക്ക് ചെയ്തെടുത്ത് തണുക്കാൻ വെക്കണേ. എന്നിട്ട് നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ട്, ഈ ജാർ ഞാനൊരു ഫ്രിഡ്ജിൽ കുറച്ച് നേരം തണുക്കാൻ വെച്ചാട്ടോ. ഞാനൊരു 250 മില്ലിയോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലഫ് ചെയ്തെടുക്കുക. അത് നമ്മൾ കേക്കിനൊന്നും എടുക്കണ പോലെ കുറേ നേരം അടിക്കണ്ട, ജസ്റ്റ് ഒരു 45 സെക്കൻഡ് അടിച്ചാൽ മതി കേട്ടോ. അതിലോട്ട് നമ്മൾ മാറ്റി വെച്ച തണുപ്പിച്ച് നമ്മുടെ മാങ്ങാക്കൂട്ടില്ലേ, അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് അടിച്ചെടുക്കുക. അതിലോട്ട് വളരെ കുറച്ചൊരു 1/4 ഗ്ലാസ് പാലും കൂടെ വെച്ചിട്ട് ജസ്റ്റ് 10 സെക്കൻഡ് അടിച്ചിട്ട് നമ്മൾ ഒരു പൊട്ടണ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് പൊട്ടണ പാത്രം വേണമെന്നൊന്നുമില്ല, പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത് ഷുഗർ കോട്ട് ചെയ്ത് വെച്ച മാങ്ങ പീസില്ലേ, അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ല എയർ ടൈറ്റായിട്ട് മൂടി വെക്കണം കേട്ടോ. ഇത് മൂടിയില്ലാത്ത പാത്രമാണ്, അതുകൊണ്ട് ഞാനൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ടാണ് കേട്ടോ മൂടിയത്. നല്ലോണം എയർ കളഞ്ഞിട്ട് അത് തട്ടി നിന്നോട്ടെ അവിടെ മിക്സുമ്മേ. എന്നിട്ട് ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഓവർനൈറ്റ് വെച്ചിട്ട് ഇതുപോലെ സ്കൂപ്പ് ചെയ്തിട്ട്, ആ സ്കൂപ്പ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എൻ്റെ അടുത്ത് സ്പൂണാണുള്ളത്, ഞാൻ സ്പൂണിട്ട് എടുത്തിട്ടുണ്ട്. സത്യം പറയുമല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോ കേട്ടോ.